നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 1 അധ്യായം 19 55 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ശുകൻ അച്ഛനായ വേദവ്യാസൻ്റെ അടുത്ത് നിന്നും കൈലാസ ശിഖരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഒന്നിനോടും ബന്ധമില്ലാതെ മഹാധ്യാനത്തിൽ മുഴുകി ഉത്കൃഷ്ടമായ സിദ്ധി നേടുകയും ചെയ്തു. അങ്ങനെ സിദ്ധി നേടി അദ്ദേഹം മുകളിലേക്ക് ഉയർന്നു. ആ പർവ്വത ശൃംഗത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു. ദേവർഷികൾ അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി. അദ്ദേഹം മറ്റൊരു സൂര്യനെ പോലെ ആകാശത്തിൽ ശോഭിച്ചു. വ്യാസൻ അത്യന്തം വ്യസനിച്ചു. ഇങ്ങനെ പുത്രൻ തന്നെ പിരിഞ്ഞു പോയതിൽ മകനെ മകനെ എന്ന് വിളിച്ച് അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം ശുകൻ ധ്യാനനിഷ്ഠനായി കഴിഞ്ഞിരുന്ന ഗിരിശൃംഗത്തിലേക്ക് വാവിട്ട് കരഞ്ഞുകൊണ്ട് പോയി. അങ്ങനെ ഉള്ള വ്യാസനെ കണ്ടിട്ട് അന്തർയാമിയും സാക്ഷിയുമായി തീർന്ന ശുകൻ അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഇരുന്നു കൊണ്ട് വിളി കേട്ടു. എല്ലാ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളിലും ഇരുന്നു കൊണ്ട് അദ്ദേഹം വിളി കേട്ടു. അച്ഛൻ്റെ വിളി കേട്ടു. ഇന്നും ആ മാറ്റൊലി ഗിരിശൃംഗത്തിൽ വ്യക്തമായി കേൾക്കാമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ വളരെ ദുഃഖിതനായി വിലപിക്കുന്ന വ്യാസനെ കണ്ട പരമശിവൻ അവിടെ എഴുന്നള്ളി അദ്ദേഹത്തെ ഉപദേശിച്ചു. അങ്ങ് ഒരിക്കലും ദുഃഖിക്കരുത്. അങ്ങ് വളരെ മുക്തനായ ഒരു യോഗിയാണല്ലോ, എന്നിട്ടും അങ്ങ് ഇങ്ങനെ ദുഃഖിക്കുന്നത് അർത്ഥശൂന്യമാണ് എന്നൊക്കെ പറയുന്നു. പരമാത്മഭാവം നേടിക്കഴിഞ്ഞു ശുകനിപ്പോൾ. അതുകൊണ്ട് അവനെപ്പറ്റി ഒട്ടും ദുഃഖിക്കേണ്ട എന്ന് പരമശിവൻ അദ്ദേഹത്തെ ഉപദേശിക്കുന്നു. അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 56. കീർത്തിസ്തേ വിപുലാ ജാതാ തേന പുത്രേണ ചാനഘ. ഒരു വരി ശ്ലോകമേ ഉള്ളൂ. ശ്ലോകം 56. ഹേ അനഘ, ആ പുത്രൻ നിമിത്തം നിന്റെ കീർത്തി വർദ്ധിച്ചിരിക്കുന്നു. വ്യാസ ഉവാച. ശ്ലോകം 57. ന ശോകോയാതി ദേവേശ കിം കരോമി ജഗൽപദേ അതൃപ്തേ ലോചനേ മേദ്യ പുനർദർശനലാലസേ. ദേവേശ, എൻ്റെ ശോകം വിട്ടുമാറുന്നില്ല. ലോകനാഥ, ഞാൻ എന്തു ചെയ്യണം? മകനെ കണ്ടെൻ്റെ കണ്ണുകൾക്ക് തീരെ തൃപ്തി വന്നിട്ടില്ല. വീണ്ടും കാണാൻ എൻ്റെ കണ്ണുകൾ കൊതിക്കുകയാണ്. മഹാദേവ ഉവാച. ശ്ലോകം 58. ഛായാം ദ്രക്ഷസി പുത്രസ്യ പാർശ്വസ്ത്വാം സുമനോഹരാം താം വീക്ഷ്യ മുനിശാർദൂല ശോകം ജഹി പരന്തപ. പാർശ്വഭാഗത്തായി പുത്രൻ്റെ മനോഹരമായ ഛായ കണ്ടുകൊള്ളൂ. അത് കണ്ടിട്ട് ഹേ മുനിശ്രേഷ്ഠ, അങ്ങ് പുത്രദുഃഖം വെടിഞ്ഞാലും. സൂത ഉവാച. തഥാ ദിദർശവയാസസ്തു ഛായാം പുത്രസ്യ സുപ്രഭാം ദിത്വാ വരം ഹരസ്തസ്മൈ തത്രൈവാന്തരധീയതേ. പുത്രൻ്റെ ദീപ്തിമത്തായ ഛായ അപ്പോൾ വ്യാസന് കാണാൻ കഴിഞ്ഞു. മഹാദേവൻ അദ്ദേഹത്തിന് വരം നൽകിയിട്ട് അവിടെ തന്നെ അന്തർധാനവും ചെയ്തു. 19-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. ശ്ലോകം 60.
അന്തർഹിതേ മഹാദേവ വ്യാസ സ്വാശ്രമമഭ്യഗാത് ശുകസ്യ വിരഹേണാപി തപ്ത പരമദുഃഖിതഃ. മഹാദേവൻ അന്തർധാനം ചെയ്തപ്പോൾ ശുകവിരഹം കൊണ്ട് നീറി പരമദുഃഖിതനായി വ്യാസൻ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. ഇത് ശ്രീദേവീ ഭാഗവതേ പ്രഥമസ്കന്ധേ ഏകോനവിംശോധ്യായഃ. 19-ാം അധ്യായം സമാപിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.